നമ്മളൊക്കെ ലൈഫിന്റെ മൂന്നിലൊന്ന് ഭാഗം സ്പെൻഡ് ചെയ്യുന്നത് ഉറങ്ങാനായിട്ടാണ്. ഒരു ദിവസത്തെ ഉറക്കം പോയ പിറ്റേ ദിവസത്തെ കാര്യം കുത്താവുക, അത്രയും ലേസിയും ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ലൈഫിൽ ഒരു ബെഡ് ചൂസ് ചെയ്യുക, ഒരു മാട്രസ് ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു ഭയങ്കര ഒരു ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ്. കാരണം നമ്മുടെ കംഫർട്ടിനും നമ്മളെ ആവശ്യത്തിനനുസരിച്ച് കറക്റ്റ് ഒരു ബെഡ് കിട്ടണം. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റി നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള സ്ലീപ്പും തരുന്ന 3 മാട്രസിനെ പറ്റിയാണ്. വേക്ക്ഫിറ്റ് എന്ന ബ്രാൻഡിന്റെ 3 ഡിഫറെന്റ് ബെഡുകളാണിത്. മൂന്ന് പർപ്പസിനാണ്. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ വീഡിയോയിലോട്ട് മനസ്സിലാവും. ഒന്നാമതായിട്ട് വരുന്നത് എർഗോടെക് എക്കോ ലാറ്റക്സ് ക്ലാസിക് മാട്രസ്, രണ്ടാമതായിട്ട് ഷേപ്സെൻസ് ഓർത്തോ ക്ലാസിക്കും, മൂന്നാമതായിട്ട് എക്സ്പെർട്ട് ഗ്രിഡ് ക്ലാസിക് മാട്രസുമാണ്. 3 ബെഡിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലാറ്റക്സ് മാട്രസിന്റെ പ്രത്യേകത 100% ലാറ്റക്സ് ആണ് ഇതിൽ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു കംഫർട്ടും ഫേം കംഫർട്ടാണ് ഇതിന്റെ മെയിൻ സംഭവം. അപ്പോൾ നമ്മുടെ 7 എർഗോണമിക് സോൺസ് ഉണ്ടല്ല, നെക്ക് ഹെഡ് പോലെയുള്ള, സോ അവിടെയൊക്കെ കൃത്യമായ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു കംഫർട്ട് സ്ലീപ്പ് ആയിരിക്കും. ഓർത്തോ മാട്രസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അവ പേരിൽ തന്നെയുണ്ട്, ബാക്ക് പെയിനിലാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒരു ബാക്ക് പെയിന് നല്ല ബോഡി പെയിന് കാര്യങ്ങളുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഈ ഒരു ഓർത്തോ മാട്രസ് ആയിരിക്കണം. നമ്മുടെ ബോഡിയുടെ ഷേപ്പിനും വെയിറ്റിനൊക്കെ അനുസരിച്ച് ഈ ഒരു ഓർത്തോ മാട്രസ് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ബാക്ക് സപ്പോർട്ടും അടിപൊളി സ്ലീപ്പും ഈ ബെഡിൽ നിന്ന് കിട്ടും. എക്സ്പെർട്ട് ഗ്രിഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിട്ടിലും കൂളിംഗ് എഫക്റ്റ് ആണ് ഇവരുടെ പ്രത്യേകത. കാരണം 3300 ചാനൽസ്, എയർ ചാനൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നല്ലൊരു ലക്ഷറിയസ് ഫീൽ, ഈ ഒരു 3 നല്ലൊരു ലക്ഷറിയസ് ഫീൽ നിങ്ങൾക്ക് വേണം, നല്ലൊരു ലക്ഷറി ഫീലുള്ള ഒരു ഹോട്ടൽ ടൈപ്പ് ബെഡൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓർത്തോഡ് ലാറ്റക്സിന്റെ ഔട്ടർ കവർ ഉണ്ടല്ലോ, ഏറ്റവും മുകളിലത്തെ ആ ഒരു കവർ, അത് യൂസ് ചെയ്തിരിക്കുന്നത് എയറോടെക്സ് നിറ്റ് എന്നൊരു ഫാബ്രിക് ആണ്. സോ ഇതിൽ ബ്രെത്തബിൾ ആണ്. അതുപോലെ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. ഹൈപ്പോ അലർജിക് ആണ് ഈ ഒരു മുകളിലത്തെ ഔട്ടർ ലെയർ. കൂടാതെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ജസ്റ്റ് അൺസിപ്പ് ചെയ്തിട്ട് വാഷ് ചെയ്യാനായിട്ട്, മെഷീൻ വാഷ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ എക്സ്പെർട്ട് ഗ്രിഡിന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ചെറിയൊരു ബിറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇതിൽ കൊടുത്തിരുന്ന എയറോടെക്കിന്റെ പ്രീമിയം ക്വിൽറ്റഡ് ഫാബ്രിക് ആണ്. സോ അതിന്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഊരാനായിട്ട് പറ്റില്ല, പക്ഷെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും അതിൽ തരുന്നത്. ഈ 3 ബെഡിലും 3 ലെയേഴ്സ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ടോപ്പ് ലെയറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള 3ലും ഡിഫറെന്റ് ഐറ്റംസ് ആയിരിക്കും. കാരണം ഓരോന്നിന്റെയും പ്രത്യേകതകൾ വേറെയാണല്ലോ. സോ ഫസ്റ്റ് ഇത് ലാറ്റക്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് 25 mm ഒരു നാച്ചുറൽ ലാറ്റക്സ് മെറ്റീരിയൽ, 100% നാച്ചുറൽ ലാറ്റക്സ് മെറ്റീരിയൽ ആണ്. എന്നാൽ ഓർത്തോയിലാവട്ടെ 1.25 ഇഞ്ചിന്റെ ഓർത്തോ മെമ്മറി ഫോം ആണ്. ബാക്ക് സപ്പോർട്ട് ആണല്ലോ നമുക്ക് വേണ്ടത്. സോ അതിനനുസരിച്ചുള്ള ഒരു സംഭവമാണ് ഇതിൽ 1.25 ഇഞ്ചായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ലക്ഷൂറിയസ് എക്സ്പെർട്ട് ഗ്രിഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. 3300 എയർ ചാനൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു അഡാപ്റ്റീവ് കൂളിംഗ് ഗ്രിഡാണ്. ഈ വിറക്കാണ്ടിരിക്കാനും നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനൊക്കെയാണ് ഈ ഒരു ഗ്രിഡിൽ ഇങ്ങനെ ഒരു സംഭവം യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് സെക്കൻഡ് ലെയർ ആയിട്ട് വരുന്നത് 2.75 ഇഞ്ചിന്റെ റെസ്പോൺസീവ് സപ്പോർട്ട് ഫോമും, കൂടാതെ തേർഡ് ലെയറിൽ കൊടുത്തിരിക്കുന്നത് ഹൈ ഡെൻസിറ്റി ബേസ് ഫോം ആണ്. ഇതിലിപ്പോ ബെഡിന്റെ തിക്നെസ് ഒക്കെ ചൂസ് ചെയ്യുന്നതനുസരിച്ച് 1 to 6 ഇഞ്ച് വരെ വാരി ചെയ്യുന്നതാണ്. ബെഡിൽ കിടന്നിട്ട് സുഖമായിട്ട് മൂവ് ചെയ്യാനോ അഥവാ നമ്മൾ മൂവ് ചെയ്താൽ തന്നെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പാർട്ട്ണർ അറിയത്തു പോലില്ല. സോ അത്രയും മൂവിങ് കംഫർട്ടാണ് ഈ ഒരു സെക്കൻഡ് ലെയർ നമുക്ക് തരുന്നത്. ആൻഡ് തേർഡ് ലെയർ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബെഡ് കുറേ കാലം ഈട് നിൽക്കാൻ, ഡ്യൂറബിൾ ആയിട്ട് നിൽക്കാൻ, ഈ പൊട്ടിപ്പോ അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ ഒരു തേർഡ് ലെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ 3 ബെഡിന്റെ ഫേംനെസ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫേംനെസ് ഉള്ളത് നമ്മുടെ ലാറ്റക്സിനാണ്. നല്ല സുഖമാണ് കിടക്കാൻ. ഫേംനെസ്സിൽ സെക്കൻഡ് ആയിട്ട് വരുന്നത് എക്സ്പെർട്ട് ഗ്രിഡ് ആണ്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഓർത്തോയും. ബെഡിന് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പേടിക്കാൻ വേണ്ട, 15 ഇയറിന്റെ വാറണ്ടി വരുന്നുണ്ട്. ആൻഡ് 100 ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്ത് ട്രയൽ ചെയ്യാൻ പറ്റും. 100 ദിവസം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലാണ്ട് തിരിച്ചു കൊടുക്കാം. ആൻഡ് കംപ്ലീറ്റ് ഫണ്ട് തിരിച്ചും കിട്ടും. സോ ഈ ബെഡിന്റെ ഒക്കെ റേറ്റിംഗും അതുപോലെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4.4 റേറ്റിംഗ്, 5ൽ 4.4 റേറ്റിംഗ് ലാറ്റക്സിന് വരുന്നുണ്ട്. അതിന് കൂടെ 15 റിവ്യൂസും വരുന്നത്, 15,000 റിവ്യൂസും വരുന്നുണ്ട്. ആൻഡ് ഓർത്തോയുടെ കാര്യത്തിൽ 4.5 ലക്ഷം റിവ്യൂസ് ആണ് വന്നിട്ടുള്ളത്. എന്നിട്ട് 5ൽ 4.5 റേറ്റിംഗ് വന്നിട്ടുണ്ട്. നമ്മുടെ എക്സ്പെർട്ട് ഗ്രിഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എങ്ങനെയാ 4.5 റേറ്റിംഗ് വരുന്നുണ്ട് 5ൽ, ആൻഡ് 6000 റിവ്യൂസും ഉണ്ട്. അപ്പോൾ ഈ ബെഡുകളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ എത്രയാണ് വില വരുന്നത് എന്നുള്ള ഒരു ഏകദേശം കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതിന്റെ തിക്നെസ് നിങ്ങൾ എത്രയാണ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നീ വില വേറെ ചെയ്യും. ഓരോന്നിൻ്റെയും ഡിഫറെൻറ്റ് പ്രൈസ് ആയിരിക്കും. ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ലാറ്റക്സ് മാട്രസിന് വരുന്നത് 8219 രൂപ മുതൽ 24,599 രൂപ വരെയാണ്. ഓർത്തോയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6299 രൂപ മുതൽ 22,900 വരെയാണ്. കൂടാതെ നമ്മുടെ എക്സ്പെർട്ട് ഗ്രിഡ് ആണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8699 രൂപ മുതൽ 23,800 രൂപ വരെയാണ്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ടിന് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റുന്നതാണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സീ യു.